നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ആരോഗ്യ കേന്ദ്രം അത്യാസന്ന നിലയിൽ. ഡോക്ടറുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയാണ് വെളിയനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് തിരിച്ചടിയാകുന്നത്. തകരുന്ന നാട്ടുറോഡുകൾ, പാഴാകുന്ന കേന്ദ്ര വിഹിതം. നാട്ടുറോഡുകൾ തകർന്നടിയുമ്പോൾ സർക്കാർ അനാസ്ഥയിൽ കൈവിട്ടത് കോടികൾ. വാർത്തകൾ വിശദമായി. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ വെളിയനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ഡോക്ടറെ കാണുന്നതിനും മരുന്ന് വാങ്ങുന്നതിനുമായി രോഗികൾ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള മോടി മാത്രമേ ഉള്ളൂ വെളിയനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്. കെട്ടിടവും രോഗികളും ആവശ്യത്തിനുണ്ടെങ്കിലും ജീവനക്കാർ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. 5 ഡോക്ടർമാരുടെ സേവനമാണ് വെളിയനാട് ആശുപത്രിയിലുള്ളത്. എന്നാൽ ഇവരിൽ പലരും ഹാജരാവാറില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എല്ലാവരും അവർ ശമ്പളം മേടിക്കാൻ മാത്രമാണ് വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല വരുന്നത്. കെട്ടിടം ഓരോ മുറി കെട്ടി വെക്കുക. അതുകൊണ്ട് ഈ ജനങ്ങൾക്കൊരു പ്രയോജനമില്ല ഇതുകൊണ്ടുള്ളത്. ആശുപത്രിയിൽ BP ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ടെങ്കിലും കഴിഞ്ഞ 3 മാസമായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ. വെളിയനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 20-ലധികം രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും ജീവനക്കാരുടെ അഭാവം കാരണം ആരും ഇതിന് തയ്യാറാവുന്നില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടമുണ്ടായാൽ ഏറ്റവും വേഗം എത്തിപ്പെടാൻ സാധിക്കുന്ന ആതുരാലയമാണ് വെളിയനാട്ടേത്. അതിനാൽ തന്നെ രാത്രിയിലും ഡോക്ടർമാരുടെ സേവനം വേണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഡോക്ടർമാർക്ക് രാത്രിയിൽ തങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെങ്കിലും ഇവരുടെ സേവനം ഉച്ചവരെ മാത്രമേ ലഭിക്കാറുള്ളൂ. വെളിയനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചേർന്നിരുന്ന പലരും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ അഭയം തേടുകയാണ്. അതേസമയം ആശുപത്രിയുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV രാജീവ് പറഞ്ഞു. വെളിയനാട് CHC ഇന്ന് അഭിമുഖീകരിക്കുന്ന വികസന പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നമ്മുടെ പ്രിയങ്കരനായ MP മുഖാന്തരം ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. വെളിയനാട് CHCയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഏകദേശം 12 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും പണം അനുവദിച്ച് 1 ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ് മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും NRHMന്റെ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ വരുന്ന 2015 ജനുവരി ആദ്യം തന്നെ അത് ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിന്റെയും ഗ്രാമവികസന വകുപ്പിന്റെയും കടുത്ത അനാസ്ഥയെ തുടർന്ന് ഗ്രാമീണ റോഡ് വികസനത്തിനായുള്ള 500 കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിലച്ചു. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതി PMGSY പദ്ധതിയാണ് നിലച്ചത്. ഗ്രാമീണ റോഡ് വികസനത്തിന് മുന്നോടിയായുള്ള പ്രാഥമിക മാസ്റ്റർ പ്ലാൻ പോലും സംസ്ഥാനത്ത് ഇതേവരെ തയ്യാറാക്കിയിട്ടില്ല. ഓരോ ജില്ലയിലും റോഡ് വികസനത്തിനായുള്ള ജില്ലാ റൂറൽ റോഡ് പ്ലാൻ DRP തയ്യാറാക്കൽ കഴിഞ്ഞ വർഷം നവംബർ 28-ന് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചിട്ടും സർക്കാരും ഗ്രാമവികസന വകുപ്പും അനങ്ങിയിട്ടില്ല. കേരള സർക്കാർ 13 മാസം അനങ്ങാതിരുന്നപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെല്ലാം റോഡ് വികസന ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ചു. ഇക്കാലയളവിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 1436 റോഡുകളുടെയും 166 പാലങ്ങളുടെയും നിർമ്മാണത്തിന് അനുമതി നൽകി. പലതും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കേരളമാകട്ടെ ഒരു റോഡിന്റെയോ പാലത്തിന്റെയോ പ്ലാൻ പോലും തയ്യാറാക്കി നൽകിയിട്ടില്ല. DRRP തയ്യാറാക്കൽ ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പ്യൂട്ടർ പരിശീലന ഏജൻസിയായ CAD കൺസൾട്ടൻസ് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചതായി കഴിഞ്ഞ ദിവസം മന്ത്രി KC ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. ഈ രംഗത്ത് യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത ഗുജറാത്തിലെ കമ്പ്യൂട്ടർ ഏജൻസിയെ കാര്യങ്ങൾ ഏൽപ്പിച്ച് സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്നത് ദുരൂഹത ഉണർത്തുന്നുണ്ട്. പ്രാദേശിക അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്തുകളെ ഉപയോഗിച്ച് 1 മാസം കൊണ്ട് ഗുണഭോക്തൃ ഗ്രാമങ്ങളെ കണ്ടെത്താനാകുമായിരുന്ന പ്ലാനാണ് കെടുകാര്യസ്ഥത നിമിത്തം അനിശ്ചിതത്തിലായിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും പൂർണ്ണമായും നിലച്ചിരിക്കെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ കിട്ടുമായിരുന്ന 500 കോടിയിലേറെ രൂപ പാഴായത്. 2011-12 മുതൽ ഈ സാമ്പത്തിക വർഷം വരെ 97,423 കിലോമീറ്റർ റോഡ് പൂർത്തിയായപ്പോൾ കേരളത്തിൽ ഇത് വെറും 641 കോടി രൂപയുടെ റോഡ് നിർമ്മാണത്തിനു മാത്രമാണ് ഫണ്ട് ലഭിച്ചത്. ആകെ തുകയുടെ 0.66% മാത്രം. 1% വിഹിതം പോലും നേടിയെടുക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് സർക്കാരിന്റെ കടുത്ത അനാസ്ഥയാണ് വെളിവാക്കുന്നത്. തലവടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ തൊഴിലാളികളെ എടുക്കുന്നതിനു സംബന്ധിച്ച് തർക്കം രൂക്ഷമാകുന്നു. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന LDF ആവശ്യത്തിന് അനുകൂലമായി UDF പ്രതിനിധി, പഞ്ചായത്ത് പ്രസിഡന്റും ചില മെമ്പർമാരും നിലപാടെടുത്തതോടെയാണ്